അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത പടച്ച തമ്പുരാനിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖുർആനിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയേണ്ടത് പ്രവാചകനെക്കുറിച്ചാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാകുന്നു ഖുർആനും പ്രവാചകചര്യയും. ഖുർആൻ എന്താണെന്ന് പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഖുലുഖുൽ ഖുർആൻ. ഖുർആൻ എന്താണോ അതാണ് പ്രവാചക ജീവിതം. മനുഷ്യരുടെ മോചനത്തിനായി അള്ളാഹു നിയോഗിച്ചവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ എങ്ങനെയായിരിക്കണം പിന്തുടരേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കും അല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പ്രവാചകരെ പറയുക, അള്ളാഹുവെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ താങ്കളെ പിന്തുടരാൻ പറയുക, എങ്കിൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടേണ്ടതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കണ്ടീഷൻസ് പ്രവാചകൻ അനുസരിക്കുക എന്നുള്ളതാകുന്നു. അത് ആ കാര്യം അള്ളാഹു പറയുന്നത്, വഅതിഉല്ലാഹ വഅതിഉ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും. നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുകയും പ്രവാചകനെ പിന്തുടരുകയും ചെയ്യുക. നിങ്ങളുടെ കർമ്മങ്ങളൊന്നും നിങ്ങൾ വേസ്റ്റാക്കി കളയരുത്. അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമയായ പ്രവാചകനെ ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള 5 വഖത്ത് നമസ്കാരം നൽകുകയും ചെയ്ത് അനുഗ്രഹിച്ചു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് അഥവാ അള്ളാഹുവിൻ്റെ പ്രീതിയും അന്ത്യദിന നേട്ടവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുത്ത ആ പ്രവാചകനിൽ ഉത്തമമായ ജീവിത മാതൃകയുണ്ട്. പ്രവാചകനെക്കുറിച്ച് കോരിത്തരിക്കുന്ന ഒരായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അൻ-നിസായിലാണ്. 50-ാമത്തെ ആയത്തിൽ, മൻ യുതിഉർ റസൂൽ ഫഖദ് അതാ അല്ലാഹ് വമൻ തവല്ല വമാ അർസൽനാക അലൈക്കും ഹഫീള. ആർ അള്ളാഹുവിൻ്റെ ദൂതൻ അനുസരിച്ചുവോ അവർ അള്ളാഹുവെ അനുസരിച്ചു. സുബ്ഹാനല്ലാഹ്. ആർ പിന്തുടരുന്നുവോ അവരുടെ സംരക്ഷകനായി താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. നമ്മുടെ നമസ്കാരവും മറ്റ് അമലുകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ വിശ്വാസികളാവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കേണ്ട ഒരായത്താണത്. ഫല വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഖറജൻ മിമ്മാ ഖളൈതു യുസല്ലിമു തസ്ലീമാ. അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുകയാണ്, നിങ്ങൾ വിശ്വാസികളാവുകയില്ല താങ്കൾ എന്താണോ അവർക്ക് വിധി കൽപ്പിച്ചത്, ആ വിധി കൽപ്പിച്ചതും പറഞ്ഞു കൊടുത്തതും മനസ്സിൽ ഒരു പ്രയാസമില്ലാതെ സ്വീകരിക്കാത്ത പക്ഷത്തോളം അവർ വിശ്വാസികളാവുകയില്ല. യാ റബ്ബുൽ ആലമീൻ. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിക്കാകമാനം അള്ളാഹു അയച്ച പ്രവാചകനാകുന്നു. മുസ്ലിങ്ങൾക്കായി മാത്രമുള്ളതല്ല. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീർ. മാനവരാശിക്ക് മുഴുവനായുമാണ് താങ്കളെ നാം നിയോഗിച്ചത്, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും മുന്നറിയിപ്പ് നൽകുവാനും വേണ്ടി. പ്രവാചകനോട് പറയുവാനായി അള്ളാഹു പറയുകയാണ്, കുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ. പ്രവാചകരെ നീ പറഞ്ഞു കൊടുക്കുക, മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ദൈവദൂതനാണ്. മറ്റൊരു കാര്യം കൂടി അള്ളാഹു പ്രവാചകനോട് നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുൽ അതിഉല്ലാഹ വറസൂൽ ഫൈൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവും അവൻ്റെ ദൂതനും അനുസരിക്കുക, എന്നിട്ടും അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവെ, നീ ഞങ്ങളെ പ്രവാചകനെ പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.